ഇന്ന് ഞങ്ങളുള്ളത് കുന്നംകുളം കക്കാട് അമ്പലത്തിലാണ്. കാലത്ത് ഒരു 8 മണിക്കൊക്കെ പോയത്. കുന്നംകുളത്ത് ബസ് ഇറങ്ങിയാൽ അവിടുന്ന് ഒരു 40 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കക്കാട് അമ്പലത്തിലേക്ക്. അവിടുന്ന് പിന്നെ ഞങ്ങൾ മമ്മിയൂർക്ക് പോയി. മമ്മിയൂരെത്തിയിട്ട് അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ പണിയൊക്കെ നടക്കണ കാരണം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് പിന്നെ ഞങ്ങൾ വേഗം തൊഴുതിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് നടന്നു പോയി. ഗുരുവായൂർ നല്ല തിരക്കായിരുന്നു. ശനിയാഴ്ചയും സ്കൂൾ അവധിയൊക്കെ ആയ കാരണം എന്താണെന്നറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൊഴുത് വന്നിട്ട് പിന്നെ പ്രസാദൂട്ടിൻ്റെ വരിയിൽ നിന്നു. പ്രസാദൂട്ടൊക്കെ കഴിഞ്ഞിറങ്ങി പിന്നെ അവിടെയൊക്കെ നടന്ന് കുറച്ച് നേരം അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ഇരുന്നു. ഏകാദശിക്ക് പോയതായിരുന്നു ഗുരുവായൂർ, പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് പോണത് ഗുരുവായൂർക്ക്. ഇന്ന് പ്രസാദൂട്ടിൻ്റെ കൂടെ പാൽപ്പായസമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കുറേ നേരം ഇരുന്ന് കുളത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി. പ്രസാദൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും കൂടിയും പോയി അമ്പലത്തിലൊക്കെ തൊഴുത് പിന്നെ അവിടെയൊക്കെ അങ്ങനെ നടന്ന് കുറേ നേരം. പിന്നെ എന്നത്തെയും പോലെ 2 സൈഡും നിറച്ച് കടകളല്ലേ, അതിങ്ങനെ നടന്ന് കാണാൻ തന്നെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കുറേ നേരം കണ്ട്. പിന്നെ അവിടെ ഒരു കട ഉണ്ടായിരുന്നു, പ്രിയങ്ക. 5 രൂപ കട എന്നൊക്കെ പറയുക ആൾക്കാർ. 5 രൂപ തൊട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. നല്ല വില കുറവിൻ്റെ കടയാണ്. ആ കടയിൽ എപ്പോൾ പോയാലും നല്ല തിരക്കാണ്ടാവുക. അപ്പം ഞങ്ങളങ്ങനെ പോയിട്ട് ആ കടയിലൊന്ന് കയറി. കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടുന്ന് മേടിച്ചു. എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ. ഈ ഡാൻസിൻ്റെ ഐറ്റംസും കുട്ടികൾക്കുള്ളതും പാവ അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. കടയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകുന്നതേ അറിയില്ല. അത്രയും ഐറ്റംസ് അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കും ഓരോ സാധനങ്ങളും. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ കടയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്കൊക്കെ ഉണ്ട് റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡാൻസിൻ്റെ ഒക്കെ എന്ത് സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിലും അതിലുണ്ടാവും അത്. ഞങ്ങളിവിടെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഗുരുവായൂർ ആ കടയിൽ പോയിട്ടാണ് സാധനങ്ങളൊക്കെ മേടിക്കുക. അവിടെ കിട്ടാത്തതൊന്നും ഉണ്ടാവാറില്ല. എല്ലാ മോഡലും ഉണ്ടാവും. വിലയും കുറവാണ്. നല്ല ഐറ്റംസുകളും ആയിരിക്കും. ഡാൻസിൻ്റെ എന്ത് ഐറ്റംസ് വേണമെങ്കിലും അവിടെ പോയാൽ മതി. പിന്നെ കുട്ടികൾക്കുള്ള സെക്ഷനൊക്കെ ഉണ്ട്. മുകളിൽ നിറയെ ഡോളിൻ്റെ ഒരു റൂം തന്നെ ഉണ്ട്. ചെറിയ കുറച്ച് ഐറ്റംസുകളൊക്കെ ഞങ്ങൾ മേടിച്ചു. അവിടുന്ന് പിന്നെ അങ്ങനെ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ പണി നടക്കണ കാരണം അവിടെ ബസ്സൊന്നും നിർത്തില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കടന്നിട്ട് വേണം നമ്മളവിടേക്കുള്ള ബസ് കിട്ടാൻ. അപ്പോൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ പോയി. പോണ വഴിയിൽ നിറച്ച് കൈനോട്ടക്കാരുണ്ടായിരുന്നു, കുറത്തികൾ. അപ്പോൾ കയ്യൊക്കെ ഒന്ന് നോക്കി. ഗുരുവായൂർ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോണ വഴിയിലാണ് ഈ കട. അപ്പോൾ ഗുരുവായൂർക്കൊക്കെ വരണവർ വരുമ്പോൾ ഒന്ന് ഈ കടയിലൊക്കെ ഒന്ന് വന്ന് നോക്കണം എപ്പോഴും. അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞങ്ങളങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം. എല്ലാവരും മുഴുവനായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യരുത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു 15 മിനിറ്റൊക്കെ ഉള്ളൂ ട്രാവലിങ് ഗുരുവായൂർക്ക്.